കോണിക്കൂട്ടിലെ ഡിജിറ്റൽ വസന്തങ്ങൾ. ചെറിയൊരു കുത്തിത്തിരിപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വരുന്നത്. മറ്റൊന്നുമല്ല, ലെറ്റ് ദിസ് ബി എ പോസിറ്റീവ് കുത്തിത്തിരിപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രീനെ കുറിച്ചാണ്. അറിയാലോ, ഇന്ന് നാട്ടിൽ കൂടുപോലെ ഒരു ബിൽഡിംഗ് എടുത്താൽ അവിടെ ഓരോ കോണിക്കൂട്ടിലും ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലെ ഏജൻസികൾ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകും. അക്കാഡമികളുണ്ട്, ഏജൻസികളുണ്ട്, അത്രയും കൂടുപോലെ വന്നിട്ടുണ്ട്. അത് വലിയൊരു എന്താ പറയുക, ഒരു വസന്തം പോലെ വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ വലിയൊരു വിരോധാഭാസത്തെ കുറിച്ചാണ്. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, പണി അറിയാവുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ തോന്നിപ്പോകുന്നുണ്ട് പല സമയങ്ങളിലും. മേ ബി ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജ് മാത്രം ആളുകളായിരിക്കും നല്ല രീതിയിൽ ഇതിൽ പണി അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകൾ. ഞാനിത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ മെജോറിറ്റി ഓഫ് ദി കേസിലും എന്താ പറയുക, ഇത്രയും ആളുകൾ നമ്മളൊരു ഹയറിംഗ് പോസ്റ്റർ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് പോസ്റ്റർ ഇട്ടാൽ അത്രയും കൊട്ടക്കണക്കിന് അപ്ലിക്കേഷൻസും കൊട്ടക്കണക്കിന് CV-കളൊക്കെ ഒരു പക്ഷേ കിട്ടാറുണ്ട്. പക്ഷെ അതിൽ മെജോറിറ്റി ആളുകൾക്കും ഈ പറഞ്ഞ ബിസിനസ് ഓണേഴ്സിന്റെ അത്ര പോലും വിവരം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഇല്ലേ എന്നുള്ളത് തോന്നിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ മോസ്റ്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചോ, അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ അവർക്കൊക്കെ അതിൽ എന്താ പറയുക, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പല സമയത്തും എനിക്കടക്കം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും, കാരണം ഞങ്ങളൊക്കെ പല രീതിയിലും ബിസിനസ്സിലുള്ള ആളുകളാണ്, നമ്മളത്ര പോലും നോളേജ് ഈ പഠിച്ച് വരുന്ന ആളുകൾക്ക് ഇല്ലേ എന്നുള്ള സംശയം തോന്നിപ്പോവാറുണ്ട്. കാരണം റിസൾട്ടുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ ഇത് ഞാൻ ആരെയും മോശമാക്കി പറയുന്നല്ല. ഇവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളോടും അല്ലെങ്കിൽ അത്തരത്തിലെ അക്കാഡമികളോടുമാണ്. ഇവിടെ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ചെറിയൊരു പ്രശ്നം എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾ വേണ്ട രീതിയിലെ അപ്ഡേഷൻസ് കൊണ്ടുവരാത്തത് ചില രീതിയിൽ പ്രശ്നങ്ങളാകാറുണ്ട് ചില രീതിയിൽ. കാരണം പഠിച്ചിറങ്ങിയതുമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും മാർക്കറ്റിൽ, ഇൻഡസ്ട്രിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത്. ഇത് ചെറിയൊരു കാരണം. ഇനി വലിയൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വകതിരിവോ അല്ലെങ്കിൽ ഒരു ലോജിക്കോ കാണിക്കാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന മേഖലയിൽ ഒരു സബ്ജക്ട് നോളേജ് ഒരു ഡെപ്തിൽ ഇല്ലാത്തതായിരിക്കാം. അല്ലെങ്കിൽ ഡെപ്തിൽ സബ്ജക്ട് നോളേജ് വേണ്ട, ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിക്കാത്തതാണ് മെജോറിറ്റി ഓഫ് ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളുടെയും അക്കാഡമികളുടെയും ഒരു പ്രശ്നമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുന്നത്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ടുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ആക്ഷേപം അല്ലെങ്കിൽ ആ ഒരു പേരുദോഷം മാറ്റാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി കേരളത്തിൽ ഒരുപാട് അക്കാഡമികളും ഒരുപാട് ഏജൻസികളും ഇനിയും ആവശ്യമുണ്ട്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു എസെൻഷ്യൽ ഇൻഡസ്ട്രിയാണ്, ഒരു എസെൻഷ്യൽ സ്കില്ലാണ്. ഫുൾ ടൈം ആയിട്ട് നല്ല കരിയർ അതിൽ എന്താ പറയുക ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾ അവിടെ വേണം. ഇനി പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബേസിക് സ്കില്ല്, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അത് വളരെ എസെൻഷ്യൽ ആണ്. സോ ദയവായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ആ പറഞ്ഞ രീതിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇൻവോൾവ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ പൊന്നു വിളയിക്കാൻ പറ്റും.